ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ഫറോക്ക് പുതിയ പാലത്തിൻ്റെ അവിടെയുള്ള പാർക്കാണ്, PWD റെസ്റ്റ് ഹൗസിൻ്റെ അവിടെയുള്ള. ഇതുവരെ പോയിട്ടില്ല, മോനെ കൊണ്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ട് അല്ലാതെ ഇതുവരെ അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഇന്ന് ബേപ്പൂർ ബീച്ചിലേക്കാണ് കേട്ടോ പോണത്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓണം വെക്കേഷന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഇതുവരെ മോനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പരാതി തീർക്കാൻ വേണ്ടി ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയപാടെ തന്നെ ഒരു ഹൗസ് ബോട്ട് എന്താ പറയുക റൗണ്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. കുട്ടികൾക്ക് ഫ്രീ ആണ്, മുതിർന്നവർക്ക് 100 രൂപ എന്ന് പറഞ്ഞു, അരമണിക്കൂർ ചുറ്റിക്കറങ്ങാം. അപ്പോൾ പിന്നെ ഏതായാലും അവിടെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയതാട്ടോ. അപ്പോൾ കയറിയ പാടെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ താഴെ ഇരുന്നില്ല, മുകളിൽ നിന്നുള്ള വ്യൂ അല്ല അടിപൊളി എന്ന് വെച്ചിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ താഴെ ഇരിക്കണതിനെക്കാട്ടിയും ഇഷ്ടപ്പെട്ടത് മുകളിൽ തന്നെയാണ് കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ വെയിലല്ലേ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മളേതായാലും മുകളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് രസിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അരമണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, രാവിലെയൊക്കെ മഴയായിരുന്നു, പിന്നെ മഴയൊന്നും ഉണ്ടായില്ല. ആ കാണുന്ന ആ ഒരു മരത്തടി കണ്ടോ, അത് 2018 വെള്ളപ്പൊക്കത്തിൽ വന്നിട്ടുള്ളതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അവിടെ ഡെപ്ത് കുറവായത് കാരണം അവിടെ തങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ കുറേ കാലമായില്ലേ, അത് അവിടെ വേരൊക്കെ പിടിച്ച് നോക്കിയാൽ കാണാം, നമ്മുടെ അതിൻ്റെ മുകളിൽ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഇത് ഇനി വലിയ കുംഭശിഖരമൊക്കെ ആയിട്ട് വരുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഈ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം, മുകളിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ. പിന്നെന്താ, ഇതൊക്കെ തന്നെ, ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര വേറെ ലെവലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ കയറിയിട്ടുള്ളത്, ഇതുവരെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആ ദൂരെ കാണുന്നത് ഒരു ചെറിയൊരു ഐലൻഡ് കേട്ടോ. അവിടെ ആകെ 5 ഫാമിലീസ് എങ്ങാനും ഉള്ളൂ, 5 വീടുകളൊക്കെ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു അവിടെ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു നിർമ്മാണത്തിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ. പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഹൗസിനൊരു പ്രത്യേകത ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ലൈറ്റ് ഹൗസിലും ഒരു ലൈറ്റ് ഉണ്ടാവുള്ളൂ, ഇവിടെ 2 എണ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഈ ബോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓളം തള്ളിയിട്ടൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഇളക്കം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അരമണിക്കൂർ ഇതാ പറയുമ്പോഴേക്കും കഴിഞ്ഞ പോലെ തോന്നി, കാരണം നല്ല രസമായിരുന്നു. ഇനി ഇതേപോലെ വരണം എന്നങ്ങനെ വിചാരിക്കുന്നുണ്ട്, കാരണം ഇത് ഭയങ്കര രസമായിരുന്നു. മോനാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ കുറച്ച് നേരം ബീച്ചിൽ അങ്ങനെ കളിക്കാൻ വിചാരിച്ചിട്ടോ. നല്ല വെയിലായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം വെയിലത്തിരുന്നിട്ട് തിരയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ കളിച്ചു. പിന്നെ അതാ നമ്മുടെ സ്ഥിരം പരിപാടി, നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നൊരു പരിപാടിയാണ്. കുട്ടിക്കാലത്തൊക്കെ വെറുതെ ഇരുന്ന് പണി, മറ്റേ പരശുരാമൻ മഴൂറിനെ തോൽപ്പിച്ച കടലമ്മയെ, പിന്നെ ചോതി, കടലമ്മ കള്ളി, ഇതൊക്കെ എഴുതി വയ്ക്കുക, കടലമ്മ വന്നിട്ട് മായ്ക്കുക, അതൊക്കെ ഒരു വൈബായിരുന്നു പണ്ടൊക്കെ. ആ ഒരു ഓർമ്മയിൽ അങ്ങനെ എഴുതിയതാണ്. പിന്നെ ഇപ്പോൾ ഒരു വെയിൽ കൊണ്ട് മതിയായതുകൊണ്ട് തൽക്കാലം മുന്നോട്ടേക്ക് പോകുന്നില്ല, പുളിമുട്ടിൽ നേരെ നടക്കണില്ല എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കൊണ്ട് റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ പോണ വഴിക്ക് ജസ്റ്റ് ഒരു ഫലൂദയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ അൽക്കരാമ ബിരിയാണി സെൻറ്ററിൽ നിന്ന് ബിരിയാണിയും വാങ്ങിച്ചു, വീട്ടിലേക്ക് പോയി കഴിച്ചു, അത്ര.